hear me? Excuse me, sir. Yes. May I come in? Yes, come in. For my cause, be silent, and you may hear. Believe me, in my honor and respect Oh, to thanks. mine honor, and you may believe. Stand up. Yes, yourself. Stand up. You stand up. അങ്ങോട്ട് മാറിയിരിക്കേ. സർ, ഇത് ജനറൽ ക്ലാസ് അല്ലേ? അവിടെ എങ്ങും സ്ഥലമില്ലേ ഇരിക്കാൻ? അവിടെ പോയി ഇരിക്കാനല്ലേ പറഞ്ഞത്? എന്റെ ക്ലാസ്സിൽ മിക്സ്ഡ് ആയി ഇരിക്കാൻ പറ്റില്ല. സർ, ഇവിടെ രണ്ടുപേരല്ലേ ഉള്ളൂ. എന്താ, തനിക്ക് ഗേൾസിന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റൂ? മാറിയിരിക്കണോ? സർ, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? Stop it! എന്നെ അനുസരിക്കാത്ത സ്റ്റുഡന്റ് എന്റെ ക്ലാസ്സിൽ വേണ്ട. Get out! Clear out! Just clear out! I say get out! ഫ്രണ്ട്സ്, ഇത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇനി ക്ലാസ്സിൽ നിന്നല്ല, ഈ കോളേജിൽ നിന്ന് പുറത്താക്കിയ പോലെ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡന്റ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനമുണ്ടായിട്ടേ ഞാൻ ഇനി ക്ലാസ് കയറും. അല്ലേലും അവനൊരു എല്ലു കൂടുതലാ. സാർ പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. വിട്ട് കള മാഷേ, ഇത് നമ്മുടെ കുട്ടികളല്ലേ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ ബെഞ്ചിലൊന്നും ഇരുന്ന് വിചാരിച്ചിട്ട് അതിന് സാറത്ര ചൂടാവുന്നത്. ക്ലാസ് മുറികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇല്ല, ക്ലാസ്മേറ്റ്സ് മാത്രമേ ഉള്ളൂ. ക്ലാസ്മേറ്റ്സ്. അതൊന്നും നമ്മുടെ കോളേജിൽ പതിവില്ലാത്തതല്ലേ. അമിത സ്വാതന്ത്ര്യം കൊടുത്താൽ അവരത് മിസ്യൂസ് ചെയ്യും. ഈ ന്യൂജൻ പിള്ളേർ അത്ര ശരിയൊന്നും അല്ല സാറേ. താനൊക്കെ യൗവനത്തിലെ വാർദ്ധക്യം ബാധിച്ചവനായി പോയല്ലോ എന്റെ ശശാങ്ക ഭാഷേ. ഞാനൊരു കാര്യം പറയാം. കുട്ടികളെ ഒരു മതില് കെട്ടി വേർതിരിച്ചാൽ അവരത് ചാടിക്കടക്കും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമ്മുടെയൊക്കെ വീടുകളില് സഹോദരി സഹോദരന്മാര് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറില്ലേ? ഒരുമിച്ചിരുന്ന് സംസാരിക്കാറില്ലേ? ആ ലാഘവത്തോടുകൂടി എടുത്താൽ മതി ഇതിനെയും. ജയമാഷ് കുട്ടികളുടെ ചുമലിൽ കൈയിട്ട് നടക്കും. വേണ്ടി വന്നാൽ ഒരുമിച്ച് കള്ളും കുടിക്കും. പക്ഷെ ഞങ്ങളാരും അങ്ങനെയല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയായിട്ടല്ല. ഇതൊരു കോളേജായി പോയി. ജയമാഷിന്റെ അഭിപ്രായത്തോടാ ഞാൻ യോജിക്കുന്നത്. ഇത്തരം ചെറിയ വിഷയങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. കാര്യങ്ങള് സമചിത്തതയോടെ കാണാനുള്ള കഴിവ് നമ്മുടെ അധ്യാപകർക്ക് പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവര് കുട്ടികളെ കാട്ടിലും ചെറുതായാലും എങ്ങനെയാ? മാഷ് പ്രതികരിക്കണം. അതെ, ഞാൻ പറയാനുള്ളത് പറയും, നിങ്ങൾ കൂടെ നിൽക്കൂ. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അടിയന്തരമായി ഈ PTA മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. പാർലമെന്റ് കൂടുന്ന സമയമായിട്ട് പോലും ഈ കാര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് നമ്മുടെ MP-യും ഈ കോളേജിന്റെ MD-യുമായ ശ്രീ ജോസഫ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മാനേജ്മെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ നടന്നത്. കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ അപ്പോൾ തന്നെ പുറത്താക്കേണ്ടതാണ്. മീഡിയ മണത്തെറിഞ്ഞ് സെൻസേഷൻ ആക്കിയാൽ അത് കോളേജിന് ചീത്തപ്പേരാകുമെന്ന് കരുതിയാണ് പ്രിൻസിപ്പൾ അത് ചെയ്യാതിരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ അനുവദിച്ചു കൊടുക്കാനും പാടില്ല. ആയതിനാൽ നിഖിലിനെ കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. എനിക്ക് തീരുമാനത്തോട് യോജിപ്പില്ല. ബാക്കി എല്ലാവരും കൈയടിച്ച് അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്.
അങ്ങനെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ആ, ജയമാഷ് അവിടെ ഇരിക്കേ. എന്നോടൊപ്പം ആര് നിന്നാലും ശരി നിന്നില്ലെങ്കിലും ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. നിങ്ങൾ ഈ കാണിക്കുന്നത് തികച്ചും അനീതിയാണ്. ഇതിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഈ കോളേജിൽ ഇന്നു മുതൽ പുതിയ നിയമാവലികൾ നിലവിൽ വരികയാണ്. അത് പ്രിൻസിപ്പൽ വായിക്കും. നിർദ്ദേശം 1. ഗേൾസിനും ബോയ്സിനും ഇന്നു മുതൽ പ്രത്യേകം കോർണറുകൾ ഉണ്ടായിരിക്കുന്നതാണ്. നിർദ്ദേശം 2. കോളേജിന്റെ കോറിഡോർ, ലൈബ്രറി, ലബോറട്ടറി, ക്ലാസ് റൂം എന്നിവ CCTV നിരീക്ഷണത്തിലായിരിക്കും. നിർദ്ദേശം 5. വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻസ് നിരോധിച്ചിരിക്കുന്നു. നിർദ്ദേശം 6. താങ്ക് യു.